മണിപ്പൂർ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെ മാറ്റാൻ സമ്മർദ്ദവുമായി NPP. ബിരേൻ സിംഗിനെ മാറ്റിയാൽ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന കാര്യം പുനഃപരിശോധിക്കുമെന്ന് നാഷണൽ പീപ്പിൾസ് പാർട്ടി അധ്യക്ഷൻ കോൺറാഡ് സാങ്മ ആവശ്യപ്പെട്ടു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഇന്നലെയാണ് NPP പിന്തുണ പിൻവലിച്ചത്. പക്ഷേ പിന്തുണ പിൻവലിച്ചത് സർക്കാരിനെ ഒരു തരത്തിലും ബാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സമ്മർദ്ദ തന്ത്രത്തിന് BJP വഴങ്ങാനുള്ള സാധ്യത എത്രത്തോളമാണ്? കഴിഞ്ഞ ദിവസമാണ് NPP ബിരേൻ സിംഗ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചത്. അത് ഈ മണിപ്പൂരിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ അതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ തീരുമാനം പുനഃപരിശോധിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നാണ് NPP അറിയിക്കുന്നത്. കാരണം ബിരേൻ സിംഗ് സർക്കാരിനോട്, അതായത് ബിരേൻ സിംഗിനോട് മാത്രമാണ് തങ്ങൾക്ക് എതിർപ്പുള്ളത്. BJPയുടെ ദേശീയ നേതൃത്വവുമായും NDA നേതൃത്വവുമായും തങ്ങൾക്ക് അടുത്ത ബന്ധമാണ് ഉള്ളത്. ബിരേൻ സിംഗ് സർക്കാരിന്റെ പിന്തുണ പിൻവലിച്ചെങ്കിൽ പോലും തങ്ങൾ ഇപ്പോഴും NDAയുടെ ഭാഗമാണ് എന്നും ബിരേൻ സിംഗ് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു തികഞ്ഞ പരാജയമാണ്. സംഘർഷം അടിച്ചമർത്തുന്നതിനോ അല്ലെങ്കിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനോ ആവശ്യമായ യാതൊരു തരത്തിലുള്ള നടപടികളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ സമ്മർദ്ദം ചെലുത്തുന്നത്. BJPക്ക് അകത്തുനിന്നും ബിരേൻ സിംഗിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമ്മർദ്ദം ശക്തമായി ഉയരുന്ന ഘട്ടത്തിലാണ് NDAയുടെ ഭാഗമായ ഒരു സഖ്യകക്ഷി ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെ മാറ്റാൻ സമ്മർദ്ദ തന്ത്രവുമായി NPP.